പൂരം ഉത്രം തിരുനാൾ മഹോത്സവത്തോടനുബന്ധിച്ച് പത്തനാപുരം മഞ്ഞക്കാല ഇടമുളയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ ഭാഗവത പഞ്ചദിന ജ്ഞാനയജ്ഞത്തിന് തുടക്കമായി. കൊയ്പ്പള്ളി ശശി പാവുമ്പ യജ്ഞാചാര്യന്റെ കാർമ്മികത്വത്തിലാണ് ജ്ഞാനയജ്ഞം നടത്തുന്നത്. 5 ദിവസങ്ങളിലായി ഭാഗവത മാഹാത്മ്യ പ്രഭാഷണം, ഹരിനാമ കീർത്തനം, ഗണപതി ഹോമം, അയ്യപ്പ ഭാഗവത പാരായണവും വ്യാഖ്യാനവും, ഗണേശ സഹസ്രനാമജപം, സൂക്തജപം, സമൂഹ പ്രാർത്ഥന, സമൂഹ മൃത്യുഞ്ജയ ഹോമം, സമൂഹാരതി, ഹരിവരാസനം എന്നിവ നടക്കും. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചയ്ക്ക് അന്നദാനവും നടത്തുന്നുണ്ട്. ഏപ്രിൽ 10-ാം തീയതി വ്യാഴാഴ്ച പൂരം നാളിൽ പതിവ് പൂജാകർമ്മങ്ങളും രാത്രി 7:30 കൈകൊട്ടിക്കളിയും, 11-ാം തീയതി ഞായറാഴ്ച ഉത്രം നാളിൽ രാവിലെ 6:30 പുള്ളുവൻ പാട്ട്, 9 മണി മുതൽ കലശപൂജയും കലശാഭിഷേകവും, സർപ്പദൈവങ്ങൾക്ക് 100 പാലും, ഉച്ചയ്ക്ക് ഉത്രസദ്യ, വൈകിട്ട് 7 മണിക്ക് ദീപാരാധന ദീപക്കാഴ്ച, 7:30 തമ്പോലമേളം, 7:45 മുതൽ കൈകൊട്ടിക്കളി, രാത്രി 9 മണിക്ക് തിരുവനന്തപുരം സംഘവേദി അവതരിപ്പിക്കുന്ന തിരുമുടിയേറ്റ് എന്ന നാടൻപാട്ട് എന്നിവ നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് KN ജയചന്ദ്രൻ, സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ എന്നിവർ അറിയിച്ചു. വളരെ പുരാതനമായ ഒരു ക്ഷേത്രമാണ് ഈ മഞ്ഞക്കാല ഇടമുളയ്ക്കൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. ഇവിടെ നമ്മൾ വളരെ നാളുകളായിട്ട് നമ്മുടെ നാട്ടുകാരും കമ്മിറ്റി അംഗങ്ങളും ഒക്കെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് ഒരു അയ്യപ്പ ജ്ഞാനയജ്ഞം നടത്തണമെന്നുള്ളത്. ഇപ്പോൾ നമുക്ക് എന്തായാലും അതിനൊരു സമയം ആയിരിക്കുകയാണ്. 5 ദിവസം ഇതിൻ്റെ പഞ്ചദിന ജ്ഞാനയജ്ഞവും പിന്നെ അത് കഴിഞ്ഞിട്ട് 2 ദിവസം ഉത്സവമാണ് നമ്മളിവിടെ നടത്തുന്നത്. വളരെ പുരാതനമായ ക്ഷേത്രത്തിൽ വളരെ ആളുകൾ വരികയും വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, നല്ല രീതിയിൽ ഭക്തിപരമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ക്ഷേത്രമാണിത്. അപ്പം എല്ലാവരും ഇതിന് പങ്കെടുക്കുകയും എല്ലാവരും സഹായിക്കുകയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ എല്ലാ ദിവസവും അന്നദാനം, രാവിലെ പ്രഭാത ഭക്ഷണം, അന്നദാനം എന്നീ കാര്യങ്ങളും ഉള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്.